ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മൾ കുറച്ച് വിശേഷങ്ങളും പിന്നെ പഴം വാട്ടിയതിൻ്റെ റെസിപ്പിയും പിന്നെ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. 2-3 ദിവസത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അന്നത്തെ ദിവസം കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അലോവേറ ഒന്ന് പൂത്തിട്ടുണ്ട് കേട്ടോ. 5 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ അലോവേറ. നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ. മൊത്തം വിരിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടെ വിരിയാനുണ്ട്. നേരിൽ ഇതുവരെ അങ്ങനെ വിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. 4-5 വർഷം പഴക്കമുള്ള പ്ലാന്റിനാണ് സാധാരണ പൂ ഉണ്ടാകാറുള്ളത്. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അന്നത്തെ ദിവസം പുട്ടും നേന്ത്രക്ക വാട്ടിയതുമായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ വാട്ടുന്നത് അറിയായിരിക്കും നേന്ത്രപ്പഴം. പാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തോ അല്ലെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തോ കേട്ടോ, നമ്മുടെ സൗകര്യാനുസരണം കട്ട് ചെയ്ത് നേന്ത്രക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗം നല്ലോണം കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് അടിഭാഗം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളറൊന്ന് ചേഞ്ചായി ഒരു നമ്മുടെ ഗോൾഡൻ കളറൊന്ന് ചേഞ്ചായി വരുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അല്ലാതെ നമ്മൾ കളർ മുരിഞ്ഞ് വരുന്ന പഴത്തിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായി നമുക്ക് ഓണം സ്പെഷ്യൽ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നെല്ലിക്ക ഇട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക ഒന്ന് ഇട്ട് വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് സ്റ്റെയിനറിലോട്ട് ഊറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് നന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കുരു ഒന്ന് റിമൂവ് ചെയ്ത് 3-4 പീസായിട്ട് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുരുവൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും. നമുക്ക് അല്ലാതെ മുഴുവനത്തോടെ വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് 1-2 മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. അടച്ചു വയ്ക്കാം. ഉപ്പെല്ലാം സെറ്റായി നെല്ലിക്കയിൽ പിടിച്ചതിന് ശേഷം ഉണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചു. അലൂമിനിയം ചട്ടിയിലേക്കാളും നമ്മൾ ചട്ടി പോകും കേട്ടോ. സ്റ്റീലാണെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാൽ ചെട്ടെന്ന് കേടായിപ്പോൾ ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലെണ്ണ ആയിരിക്കും അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലത് കേട്ടോ. നമുക്ക് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് എടുക്കുന്ന എണ്ണയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് പൊട്ടിക്കുന്നത്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 2 ബോള് വെളുത്തുള്ളി ഒന്ന് വൃത്തിയാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. മസാല ചേർക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നമ്മൾ ഓഫ് ചെയ്തിട്ട് മസാല ഇടുന്നതായിരിക്കും നല്ലത്. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ചതച്ചെടുത്താൽ മതി. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നെല്ലിക്കയിൽ എല്ലായിടത്തും എത്തക്കത്തക്ക വിധത്തിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം.
3 ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് നല്ല അച്ചാറിലെല്ലാം ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ട് നല്ല സെറ്റായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഓണത്തിന് അച്ചാർ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ.